കാസർഗോഡ് നീലേശ്വരം പേരോൽ GLP സ്കൂൾ അവിടുത്തെ കുട്ടികളൊക്കെ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. അവർക്ക് ഭയങ്കര അഭിമാനമുള്ള നിമിഷമാണ്. കാരണം സാധാരണ ആളുകൾക്ക് കിട്ടാത്തൊരു കളിപ്പാട്ടമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. നോക്കാം. ഈ ഹെലികോപ്റ്റർ കണ്ട് നമ്മൾ നിൽക്കുന്നത് ഹെലിപ്പാഡിലാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. പേരോൽ സ്കൂളിലെ കുട്ടികളുടെ പാർക്കിലെ ഒരു കുട്ടി ഹെലികോപ്റ്ററാണിത്. കൗതുകത്തോടെ ഹെലികോപ്റ്ററിനെ തൊട്ടും തലോടിയും നടക്കുകയാണ് ഈ കുട്ടിക്കൂട്ടം. ശില്പിയും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ പ്രഭൻ നീലേശ്വരമാണ് അധ്യാപകരുടെയും PTA ആഗ്രഹപ്രകാരം ഹെലികോപ്റ്ററിന്റെ മാതൃക നിർമ്മിച്ചത്. പൊതുവിദ്യാഭ്യാസത്തെ അതുപോലെ വിദ്യാലയങ്ങളെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിൻ്റെ ഭാഗമായ ഒരു പാർക്ക്, അതിലുപരി മറ്റ് വിദ്യാലയങ്ങളിൽ എങ്ങനെ ഈ വിദ്യാലയത്തെ ഫോക്കസ് ചെയ്യാം എന്നൊരു ആശയമാണ് ഇതിലേക്ക് ഈ ഒരു ഹെലികോപ്റ്ററിലേക്ക് എത്തിച്ചത്. കുട്ടികൾക്ക് കളിക്കാനുള്ള കളിയുപകരണങ്ങൾ 6 കളിയുപകരണങ്ങൾ വേണമെന്ന ആശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പ്രഭൻ മാഷ് കൊടുത്തപ്പോൾ നമ്മളിങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ ഒരു ഹെലികോപ്റ്റർ ആവാമെന്ന് ആശയത്തിലെത്തി. അകത്ത് സ്റ്റിയറിംഗ് തിരിച്ചാൽ ഹെലികോപ്റ്ററിന്റെ പ്രൊപ്പല്ലർ കറങ്ങും. കുട്ടികൾക്ക് അകത്ത് കയറിയിരുന്ന് കളിക്കാനുള്ള സൗകര്യവുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. ഇപ്പോൾ സർക്കാർ LP സ്കൂളുകളിലൊക്കെ പ്രത്യേകിച്ചും പ്രീ പ്രൈമറി കുട്ടികളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭരണകൂടാരൻ പദ്ധതിയുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപയോളം സ്കൂളുകൾക്ക് അനുവദിക്കുന്നു. വിവിധ കളിയിടങ്ങൾ, അറിവിടങ്ങളൊക്കെ ഒരുക്കുകയാണ്. വളരെ ദീർഘവീക്ഷണത്തിലുള്ളൊരു പദ്ധതിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നത്. സാരംഗ്, കുട്ടികൾ വളരെ ഹാപ്പിയാണ് അല്ലേ? മറ്റെന്തൊക്കെ കാഴ്ചകളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്? തികച്ചും വേറിട്ടൊരു ആശയമാണ്. കാരണം ഭരണകൂടാരം എന്ന പേരിൽ നിരവധിയായ സ്കൂളുകളിൽ നമ്മൾ കാസർഗോഡ് ജില്ലയ്ക്കകത്തും പുറത്തുമൊക്കെ തന്നെ ഇങ്ങനെ പാർക്കുകൾ കണ്ടിട്ടുണ്ട്. MLA ഫണ്ടും MP ഫണ്ടൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട്, കേന്ദ്ര ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. പക്ഷേ ഒരു പ്രീ സ്കൂളിൻ്റെ ഭാഗമായിട്ട്, ഒരു സ്കൂളിലെ നഴ്സറിയുടെ പാർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു ഹെലികോപ്റ്ററിൻ്റെ മാതൃക ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു വേറിട്ട കാഴ്ച തന്നെയാണ്. സാധാരണ സൈന്യവുമായി ബന്ധപ്പെട്ട ഓഫീസുകൾക്ക് പുറത്തും അതുപോലെ തന്നെ സയൻസ് പാർക്കുകളുടെ പുറത്തൊക്കെയാണ് സാധാരണയായി നമ്മൾ മിസൈലുകളുടെയും വലിയ യുദ്ധവിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയൊക്കെ തന്നെ മാതൃക കാണാറുള്ളത്. പക്ഷേ നമുക്ക് പേരോൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പാർക്കിൽ കാണാൻ കഴിയും. ഇതൊരു മാതൃക മാത്രമല്ല, ജസ്റ്റ് ആ ഡോർ തുറന്ന് കുട്ടികൾക്ക് അകത്ത് കയറി അതിനകത്തെ സ്റ്റിയറിംഗ് പതിയെ ഇതുപോലെ ഒന്ന് കറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ പ്രൊപ്പല്ലർ കറങ്ങും. അപ്പോൾ ഹെലികോപ്റ്റർ പറത്തുന്നു എന്നുള്ള ഒരു ഫീല് കുട്ടികൾക്ക് കിട്ടും. കുട്ടികൾക്കൊക്കെ ഒരു ആകാംക്ഷയുണ്ട്. കാരണം നമ്മൾ ദൃശ്യങ്ങൾ പകർത്താനായിട്ട് ആ ഡോർ തുറക്കുന്ന സമയത്താണ് കുട്ടികൾക്ക് ആദ്യമായിട്ട് അകത്ത് കയറാനൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ വലിയൊരു ആകാംക്ഷയുണ്ട് കുട്ടികൾക്ക്. കാരണം ശില്പിയായിട്ടുള്ള പ്രവേട്ടൻ അവിടെ അത് നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്ന് തിൻഷീറ്റുകളും അതുപോലെ തന്നെ നിരവധിയായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് നിർമ്മിച്ചെടുത്തത്. 45,000 രൂപയോളം അതിന് ചിലവായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ഒരു സാധനം അദ്ദേഹത്തിൻ്റെ പണിപ്പുരയിൽ നിന്ന് നിർമ്മിച്ചെടുത്ത് അവസാന ഘട്ടത്തിലാണ് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. സ്കൂളിൽ സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് ആ ഒരു കൗതുകം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ മുഖേന കുട്ടികൾക്ക് അതിനകത്ത് കയറിയിരുന്ന് കളിക്കാനുള്ള ആദ്യത്തെ അവസരം കിട്ടി എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇന്ന് അത് MLA ആ സ്കൂളിന്, ആ വിദ്യാർത്ഥികൾക്ക്, ആ നാടിനായി സമർപ്പിക്കുകയാണ്. അപ്പോൾ ഭരണകൂടാരത്തിൽ സാധാരണ നമ്മൾ കാണുന്ന എന്താ പറയുക, സാധാരണ നമ്മുടെ പാരമ്പര്യമായി നമ്മൾ കാണുന്ന നമ്മുടെ നാട്ടിലെ സ്ഥിരമായിട്ടുള്ള കളിയുപകരണങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് വിമാനത്തിൻ്റെയും കാറുകളുടെയും ശരിയാണ് സാറേ. എനിക്ക് തോന്നുന്നു ഓരോ സ്കൂളും അവരുടേതായ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഈ ഭരണകൂടാരം ഒരുക്കാൻ ശ്രമിക്കുന്നത്. കളിയിടങ്ങൾ, അറിവിടങ്ങൾ, ഒരു പ്രത്യേക സ്റ്റേജ്, ചെറിയ സ്റ്റേജ് ഉണ്ടാക്കുക, കുട്ടികൾക്ക് വേഷഭൂഷാദികൾ, ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെ കുട്ടികൾക്കെല്ലാം കണ്ടും അറിഞ്ഞും പരിചയിച്ചും സ്പർശന ഇടം വരെയുണ്ട്. മണലും മെറ്റലും ഒക്കെ ആയിട്ട്. ഞാൻ പറയാൻ കാരണം എൻ്റെ മോള് പഠിക്കുന്നത് സർക്കാർ സ്കൂളിലാണ്. അവിടുത്തെ ഭരണകൂടാരത്തിൻ്റെ പണികൾ ഇങ്ങനെ നടക്കണം. അപ്പോൾ ടീച്ചർ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്. അപ്പോൾ ഇത് വളരെ നല്ല പദ്ധതിയാണ്. അത് കൃത്യമായി നടപ്പാക്കിയാൽ കൂടുതൽ സർക്കാർ സ്കൂളുകളിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കാൻ കഴിയും എന്ന് തന്നെയാണ്. ടീച്ചർമാർ ഒരുപാട് പാടുപെടുന്നുണ്ട്. അതിനുള്ള പ്രതികരണം സമൂഹത്തിൽ നിന്നുകൂടിയാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ശരി.